ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബൈബിളിലെ 3-ാം പുസ്തകമാണ് ലേവ്യ പുസ്തകം. അധ്യായങ്ങൾ 27, വാക്യങ്ങൾ 859, ചോദ്യങ്ങൾ 3, പ്രവചനപരമായ വാക്യങ്ങൾ 54, ചരിത്രപരമായ വാക്യങ്ങൾ 799, ആജ്ഞകൾ 795, വാഗ്ദാനങ്ങൾ 26, മുന്നറിയിപ്പുകൾ 125, ദൈവിക സന്ദേശങ്ങൾ 35. ആദ്യത്തെ 5 പുസ്തകങ്ങളും മോശ ഒറ്റ പുസ്തകമായി എഴുതി തയ്യാറാക്കിയതാണെങ്കിലും BC 280 ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ വച്ച് വിവർത്തനം നടത്തിയ സെപ്റ്റുവജിന്റ് പരിഭാഷക്കാരാണ് അതിനെ വിഷയാനുക്രമമായി 5ആക്കി വിഭജിച്ചതും ഈ പേരു നൽകിയതും. യാക്കോബിന് ലേയിൽ ജനിച്ച 3-ാമത്തെ മകനാണ് ലേവി. ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും എന്നു പറഞ്ഞുകൊണ്ടാണ് അവൾ പേരിട്ടത്. പുരോഹിതന്മാർക്ക് സഹായികളായി വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ലേവി ഗോത്രത്തിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നവരെ ലേവ്യർ എന്ന് വിളിച്ചിരുന്നു. പുരോഹിത കുടുംബം ലേവ്യരിൽ നിന്നാകയാൽ ലേവ്യ പുരോഹിതന്മാർ എന്ന് പറഞ്ഞിരുന്നു. എബ്രായ ബൈബിളിൽ വൈഗ്ര എന്നാണ് ഈ പുസ്തകത്തിന് നൽകിയിരിക്കുന്ന പേര്. അവൻ വിളിച്ചു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പ്രസ്തുത പദം കൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. ലേവ്യ പുസ്തകം 1:1 യഹോവ മോശയെ വിളിച്ചു എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. ലേവ്യരെ സംബന്ധിക്കുന്ന പുസ്തകം എന്ന അർത്ഥത്തിലാണ് ലേവ്യ പുസ്തകം എന്ന് ഇതിന് പേരിട്ടിരിക്കുന്നത്. എങ്കിലും ലേവ്യർക്ക് മാത്രമായി ഇതിൽ അധികം നിർദ്ദേശങ്ങളില്ല. അത് സംഖ്യാപുസ്തകത്തിലാണുള്ളത്. ഇതിൽ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ ലേവി ഗോത്രത്തിലെ ഒരു കുടുംബമായ അഹരോന്യ കുടുംബത്തിന് വേണ്ടിയുള്ളതാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ നടപ്പ്, ആരാധന, ശുശ്രൂഷ എന്നിവയുടെ വിശദമായ നിർദ്ദേശങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. പുറപ്പാട് പുസ്തകത്തിൽ അടിമത്വത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ വീണ്ടെടുപ്പും വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്രയുടെ ആരംഭവും ന്യായപ്രമാണം നൽകുന്നതും പൗരോഹിത്യം സ്ഥാപിക്കുന്നതും സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മാണവും വിവരിക്കുമ്പോൾ ലേവ്യ പുസ്തകത്തിൽ വഴിപാടുകളെയും യാഗങ്ങളെയും കുറിച്ചുള്ള നിയമങ്ങളും പുരോഹിതന്മാരുടെ പ്രതിഷ്ഠ, സമാഗമന കൂടാരത്തിലെ ആരാധന, ദൈവജനത്തിൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലുമുള്ള വിശുദ്ധി, യഹോവയുടെ ഉത്സവങ്ങൾ, ദൈവജനത്തിൻ്റെ മധ്യത്തിൽ ദൈവം വസിക്കുന്നതിൻ്റെ വിവരണം, ദൈവവുമായുള്ള കൂട്ടായ്മയുടെ അടിസ്ഥാനം എന്നീ വിഷയങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. ഇതിലെ ഓരോ വിഷയവും ഭാവിയിൽ ദൈവപുത്രനായ യേശുക്രിസ്തു ചെയ്യുവാനിരുന്ന മനുഷ്യോദ്ധാരണ പ്രവൃത്തിയിലേക്ക് വിരൽ ചൂണ്ടുന്നതത്രേ. പഞ്ചഗ്രന്ഥങ്ങളിലെ ആദ്യത്തെ 3 മനുഷ്യൻ്റെ ധാർമ്മികവും ദൈവികവുമായ 3 അവസ്ഥകളെ വിവരിക്കുന്നത് ഇപ്രകാരമാണ്. ഉൽപ്പത്തിയിൽ നാശമടഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, പുറപ്പാടിൽ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യൻ, ലേവിയിൽ ആരാധിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ. ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം. വിശുദ്ധിയെക്കുറിച്ച് ഏകദേശം 152 പ്രാവശ്യം ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്നുള്ള പ്രയോഗം ഇതിൽ ആവർത്തിച്ചു വരുന്നുമുണ്ട്. ഇസ്രായേൽ ജനം സീനായ് പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ കൂടാരമടിച്ചു കിടന്നിരുന്ന സമയത്താണ് ഈ പ്രമാണങ്ങൾ ദൈവം അവർക്ക് നൽകിയത്. ദൈവിക സത്യങ്ങൾ അവരുടെ ഹൃദയത്തിൽ വേരൂന്നുവാനും ദൈവ ആരാധനയിലും അനുസരണത്തിലും വിശുദ്ധ ജീവിതത്തിലും അവരെ സ്ഥിരനിഷ്ഠയുള്ളവരാക്കി തീർക്കുവാനും വേണ്ടി ദൈവം മോശയിലൂടെ നൽകിയ നിയമസംഹിതയാണ് ലേവ്യ പുസ്തകം. പാപത്തിന് പ്രായശ്ചിത്തം രക്തം ചൊരിയുന്നത് മൂലമാണെന്ന് ലേവ്യ പുസ്തകം വ്യക്തമായി പ്രഖ്യാപിക്കുന്നു. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തമാകുന്നത്. ലേവ്യ പുസ്തകത്തിലെ പകുതിയിലധികം ഭാഗം പാപമോചനത്തിനു വേണ്ടിയുള്ള യാഗകർമ്മങ്ങളുടെ വിവരണമാണ്. ബാക്കി ഭാഗം ധാർമ്മിക നിയമങ്ങളുടെ അനുശാസനവും. ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യം പുരോഹിതന്മാർക്ക് ആരാധന സംബന്ധമായ നിർദ്ദേശങ്ങളും ഇസ്രായേൽ ജനത്തിന് വിശുദ്ധ ജീവിതത്തിനുള്ള നിർദ്ദേശങ്ങളും നൽകുക. ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ മോശയാണ്. ഈ പുസ്തകത്തിലെ 27 അധ്യായങ്ങളിൽ 56 പ്രാവശ്യം ഈ ന്യായപ്രമാണ കൽപ്പനകളെ യഹോവ മോശയ്ക്ക് നൽകി എന്ന് പറയുന്നതിൽ നിന്നും മോശ ഈ പുസ്തകം സീനായ് മലയിൽ വച്ച് തന്നെ എഴുതിയെന്ന് വിശ്വസിക്കാം. ഈ പുസ്തകം എഴുതിയ കാലം ഏകദേശം BC 1450 1410 മധ്യേ.
സ്ഥലം സീനായ് മലയിലും മരുഭൂമിയിലും വച്ച് എഴുതിയതായി കണക്കാക്കുന്നു. കാലപരിധി ഏകദേശം 1 മാസത്തിനുള്ളിൽ നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത്. ആമേൻ.